യുക്രൈൻ നടത്തിയ അപ്രതീക്ഷിതവും ശക്തവുമായ ഡ്രോൺ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ കരിങ്കടലിൽ വലിയ തോതിലുള്ള തിരിച്ചടിയുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. യുക്രൈനിലെ തുറമുഖങ്ങളിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങിയ വിദേശ പതാകകൾ വഹിച്ച 3 പ്രമുഖ ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് റഷ്യൻ സേന മാരകമായ വ്യോമാക്രമണം നടത്തിയത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയെ ആകെ ഞെട്ടിച്ച ഈ നീക്കം യുദ്ധം കേവലം കര അതിർത്തികളിൽ നിന്ന് മാറി ആഗോള സാമ്പത്തിക പാതകളിലേക്ക് പൂർണ്ണമായും വ്യാപിപ്പിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. റഷ്യയുടെ ഈ ആക്രമണം കരിങ്കടലിലെ സമാധാന അന്തരീക്ഷം പാടെ തകർത്തിരിക്കുകയാണ്. തുർക്കിയുടെ ഉടമസ്ഥയിലുള്ളതും പനാമയുടെ പതാക ഏന്തിയതുമായ വിക്ട്രസ് എന്ന ഭീമൻ ബൾക്ക് കാരിയറിന് നേരെയാണ് ഏറ്റവും മാരകമായ ആക്രമണം ഉണ്ടായത്. റഷ്യൻ ഡ്രോണുകൾ കപ്പലിനെ ലക്ഷ്യമിട്ട് ആകാശത്ത് നിന്ന് പതിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ തീവ്രതയിൽ കപ്പലിന് കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഉള്ളിൽ വൻ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ ജീവൻ രക്ഷിക്കാനായി പരിഭ്രാന്തരായി പരക്കം പായുന്ന ദയനീയമായ കാഴ്ചയ്ക്കാണ് കരിങ്കടൽ സാക്ഷ്യം വഹിച്ചത്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള റഷ്യയുടെ ഈ ആകാശാക്രമണം കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയെ പൂർണ്ണമായും അപകടത്തിലാക്കി. ഈ മാരകമായ ഡ്രോൺ ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന ഒരു ഈജിപ്ഷ്യൻ നാവികൻ ദാരുണമായി കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കപ്പൽ മുങ്ങുമെന്ന അവസ്ഥയിലെത്തിയതോടെ രക്ഷപ്പെട്ട മറ്റ് ജീവനക്കാർ അടിയന്തരമായി ലൈഫ് റാഫ്റ്റുകളിലേക്ക് അഭയം പ്രാപിക്കാൻ നിർബന്ധിതരായി. തുർക്കി, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നാവികരാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. കരിങ്കടലിലെ ആഴമേറിയതും അപകടം നിറഞ്ഞതുമായ തണുത്ത വെള്ളത്തിൽ മണിക്കൂറുകളോളം മരണഭയത്തോടെ കഴിഞ്ഞ ഇവരെ പിന്നീട് മറ്റൊരു രക്ഷാപ്രവർത്തക സംഘം എത്തിയാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ഈ സംഭവം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. വിക്ട്രസ് കൂടാതെ മറ്റ് 2 വിദേശ ചരക്ക് കപ്പലുകൾക്ക് നേരെയും റഷ്യൻ സൈന്യം ഇതേ സമയം ആക്രമണം അഴിച്ചുവിട്ടു. പലാവു, ബെലീസ് എന്നീ രാജ്യങ്ങളുടെ പതാകകൾ വഹിച്ച കപ്പലുകളാണ് റഷ്യൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഇരകളായത്. ഈ 2 കപ്പലുകൾക്കും ആക്രമണത്തിൽ സാരമായ തകരാറുകൾ സംഭവിച്ചെങ്കിലും വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കപ്പൽ ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലുകൾക്ക് സാധിച്ചു. ഭാഗികമായി തകർന്ന അവസ്ഥയിലും ജീവനക്കാരുടെ അസാമാന്യമായ ധീരതയും നിയന്ത്രണ മികവും കാരണം ഈ കപ്പലുകൾക്ക് യാത്ര തുടരാൻ സാധിച്ചു എന്നത് മാത്രമാണ് ഈ കറുത്ത ദിനത്തിലെ ഏക ആശ്വാസം. യുക്രൈനിലെ പ്രധാന തുറമുഖങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുന്ന സിവിലിയൻ കപ്പലുകളെ ബോധപൂർവം തകർക്കാൻ റഷ്യ ആസൂത്രിതമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് യുക്രൈൻ ഭരണകൂടം ആരോപിക്കുന്നത്. അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്നത് വഴി യുക്രൈനിലേക്കുള്ള ആഗോള വ്യാപാര പാത പൂർണ്ണമായും അടച്ചുപൂട്ടാനാണ് പുടിന്റെ സൈന്യം ശ്രമിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളും മറ്റ് അത്യാവശ്യ വസ്തുക്കളും ലോക മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിൽ യുക്രൈൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയും പട്ടിണിയും സൃഷ്ടിച്ച പാശ്ചാത്യ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് റഷ്യ ഇതിലൂടെ പയറ്റുന്നത്. മോസ്കോയ്ക്ക് നേരെ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായാണ് കരിങ്കടലിലെ ഈ കപ്പൽ വേട്ട റഷ്യ ശക്തമാക്കിയതെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. തങ്ങളുടെ തലസ്ഥാനത്തിന് നേരെ ആക്രമണമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം അന്താരാഷ്ട്ര തലത്തിൽ വലുതായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് റഷ്യ ഇതിലൂടെ നൽകുന്നത്. നാറ്റോ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ യുക്രൈൻ നടത്തുന്ന നീക്കങ്ങൾക്ക് തടയിടാൻ സിവിലിയൻ കപ്പലുകളെ പോലും ലക്ഷ്യമിടാൻ മടിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് റഷ്യ. വരും ദിവസങ്ങളിൽ കരിങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും സ്തംഭിച്ചേക്കാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.